സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പഴയലക്കടി. ഇത് ഫേസ്ബുക്കിലെ പരസ്യം. ഇത് എന്താ വില എന്നറിയില്ല. ഇതിലും ഗ്രിപ്പുള്ള സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് വീട്ടിലെ ചെറിയ കുട്ടിക്ക് ഒരു തൊട്ടിലുണ്ടാക്കാൻ ഒരു റോള് ഷീറ്റ് വാങ്ങിയതിൻ്റെ ബാക്കി വന്നതാണിത്. ഈ സാധനം നമുക്ക് ഒട്ടിക്കാൻ വിചാരിച്ച സ്ഥലത്ത്, അതായത് വെളുക്കണ സ്ഥലത്ത്, അതിൻ്റെ അളവിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റെയർ കേസിലാണോ പുറത്താണ് എവിടെ ഒഴുക്കണ അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു വശം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ലേറ്റർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഉരുക്കിയെടുക്കണം. ചെറുതായിട്ട് ഉരുക്കിയാൽ മതി, അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുള്ളൂ. ഇനി നമുക്കിത് അവിടെ ഒട്ടിച്ച് വെച്ചാൽ പ്രശ്നം അവസാനിച്ചു. എൻ്റെ വീട്ടിലെ സ്റ്റെയർ കേസ് വെഴുക്കണമൊന്നുമില്ല, എന്നാലും വീഡിയോക്ക് വേണ്ടി ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ ചെരുപ്പ് ഒട്ടിച്ച ഈ പശയായിട്ട് തന്നെ ഒട്ടിക്കണം. ഈ സാധനം കൊണ്ട് നമുക്ക് മേല് തേക്കണ ചകിരിയോ പാത്രം കഴുകണ ചകിരിയോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇന്നൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. നന്നായി ഒട്ടിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കണമെന്നില്ല. നിങ്ങൾക്ക് അതൊന്നും കാണണ്ട തോന്നുകയാണെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ആക്കി വിട്ടാൽ മതി. പക്ഷെ നല്ല ഇങ്ങനെ തേച്ച് വിടുക. ഇത് ഉണങ്ങി പൊടിച്ചാൽ നല്ല ഗ്രിപ്പായിരിക്കാം. കണ്ടോ, ഒരു സാധനവും വേണമെന്നില്ല. ഇത് വേണ്ട തോന്നി നമുക്ക് ബ്ലേഡ് ഇട്ട് വരണ്ടി കളയും ചെയ്യാം. ഒക്കെ ഇതാണ് ഗുഡ്. എൻ്റെ വീട്ടിലെ സ്റ്റെയർ കേസ് വെഴുക്കലില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിലെ ഒട്ടിച്ചോളൂ. ഓൺലൈനിലുള്ളതൊക്കെ ഇതിനേക്കാളും മിനുസാണെന്ന് തോന്നുന്നു. ഇത് നല്ല ഈര കൊണ്ട് നല്ല ഗ്രിപ്പാണ്. കണ്ടോ, നന്നായി ഒട്ടിയിട്ടുണ്ട്. എനിക്കറിയണ വീട്ടിത്തരങ്ങൾ ജനങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളൂ. കണ്ടോ, പക്ഷെ നല്ല ഗ്രിപ്പായിട്ടുണ്ട്. ഇതൊന്നും ഒട്ടിക്കേണ്ടത് ഈ പശ വെറുതെ തേച്ച് കൊടുത്താൽ. ഇത് കളയണമെന്ന് തോന്നിയാൽ ഒരു ബ്ലേഡ് ഇട്ട് തേച്ച് കളയും ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്തോ, എന്നാലും ഓക്കെ, ഗുഡ് ബൈ.